നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയലൈസേഷൻ ഡിസൊല്യൂഷൻ ഓഫ് ഫോമിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ജേർണൽ എൻട്രീസും നോക്കിയിരുന്നു. തിയറി നമ്മൾ അവിടെ പഠിച്ചു. ആ തിയറി പഠിച്ചിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാട്ടോ. അത് കണ്ടിട്ട് ഇത് കാണുക. കാരണം അതിൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് മനസ്സിലാകുള്ളൂ. സോ ക്വസ്റ്റ്യൻ നോക്കാം. സുപ്രിയ മോണിക്ക പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:2 ആണ്. ദെൻ ബാലൻസ് ഷീറ്റ് ഒക്കെ തന്നിരിക്കുന്നു. അതാ ഇവിടെ റിസർവ് ഫണ്ട് ഉണ്ട്, അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വേണം. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. ദെൻ ചോദ്യത്തില് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പ്രൊവിഷൻ, ഫിക്സഡ് അസറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാനുള്ള ഫേം ഡിസോൾവ് ചെയ്തത് മാർച്ച് 31-നാണ്. താഴെ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഡെറ്റേഴ്സ് നിന്ന് 5% കുറവാണ് കിട്ടിയത്. സ്റ്റോക്ക് വിറ്റിട്ട് അതിൽ നിന്ന് 7,000 കിട്ടി. ഫിക്സഡ് അസറ്റ് വിറ്റ് 42,000 കിട്ടി. റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 ആണ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന മുഴുവൻ പണവും കൊടുത്തു. നെസസറി ജേർണൽ ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഇതിനൊരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം നമ്മുടെ മെഗാ റിവിഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. സോ നമ്മുടെ മെഗാ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഹായ് +2 മെഗാ റിവിഷൻ എന്ന് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ അതൊരു ഓർഡറിലാണ് പഠിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു 10 മിനിറ്റിന്റെ വീഡിയോസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദിവസവും വരുന്ന ഓരോ മണിക്കൂറിലെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ മനസ്സിലാകും. അപ്പൊ ഇനിയും ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ബേസും ഇല്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോളാം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ അസറ്റുകളും ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ലാത്ത എല്ലാ അസറ്റും എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്താ വരുന്നത്? റിയലൈസേഷൻ ടു അസറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പൊ ടു അസറ്റ്സ് എന്ന് എഴുതി. ടു അസറ്റ്സ് എന്ന് എഴുതിയിട്ട് ഓരോരോ അസറ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതാം. ആദ്യം വരുന്ന അസറ്റ് സ്റ്റോക്ക് 7,500 ആണ്. അപ്പൊ നമ്മൾ എഴുതി സ്റ്റോക്ക് 7,500 എന്ന് എഴുതി. ഓക്കെ, സ്റ്റോക്ക് 7,500 എഴുതി. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സൺട്രി ഡെറ്റേഴ്സ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് ഇവിടെ പ്രൊവിഷനും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം എഴുതുമ്പോൾ പ്രൊവിഷൻ കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള 21,500 വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് 21,500 എന്ന് എഴുതാം. ദെൻ അടുത്തത് എന്താ അസറ്റ് ഉള്ളത്? ഫിക്സഡ് അസറ്റ് ഉണ്ട് 36,500, അതും എഴുതാം. ഫിക്സഡ് അസറ്റ്സ് 36,500. ഓക്കെ, അത്രയും അസറ്റുകളുള്ളൂ. സോ അസറ്റ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക. ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതൊക്കെ ചെയ്യണ്ട? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽസും റിസർവ് ഫണ്ടും ചെയ്യണ്ട. അതല്ലാതെ പിന്നെ ബാക്കി എന്താ ഉള്ളത്? സൺട്രി ക്രെഡിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ 48,000 എഴുതിയാൽ മതി. അപ്പൊ ലയബിലിറ്റീസ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബൈ ലയബിലിറ്റീസ് എന്ന് എഴുതാം. ബൈ ലയബിലിറ്റീസ് എന്ന് എഴുതിയിട്ട് നമുക്ക് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സൺട്രി ക്രെഡിറ്റർ 48,000 മാത്രമാണ് അവിടെ ഉള്ളൂ. അപ്പൊ എഴുതാം സൺട്രി ക്രെഡിറ്റേഴ്സ് 48,000. ദെൻ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ സൺട്രി ഡെറ്റേഴ്സ് എഴുതിയപ്പോൾ അതിൽ പ്രൊവിഷൻ കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള എമൗണ്ട് അല്ലേ എഴുതിയേ? അപ്പൊ ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാ. സോ ഈ 500 രൂപയുടെ പ്രൊവിഷൻ നമ്മൾ ഈ ലയബിലിറ്റിയുടെ കൂട്ടത്തിൽ വേണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 500 കൂടി ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ പറഞ്ഞതനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നോക്കാം. ഇനി എന്താ ചെയ്യുക? അസറ്റ് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ പണം കിട്ടുന്നു. പണം കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ്. അപ്പൊ ബൈ ബാങ്ക് ആണ് പണം കിട്ടുമ്പോൾ. ഓക്കെ, ബൈ ബാങ്ക്. സോ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ കിട്ടി? ഡെറ്റേഴ്സിൽ നിന്ന് 5% കുറച്ചിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഡെറ്റേഴ്സ് 21,500 ആണ്. 21,500ന്റെ 5% എന്ന് പറയുമ്പോൾ 21,500 ഇൻറ്റു 5/100. 21,500 ഇൻറ്റു 5/100 എന്ന് പറയുന്നത് 1,075 ആണ്. 1,075 കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1,075 കുറച്ച് കഴിയുമ്പോൾ 20,425 രൂപയാണ് നമുക്ക് വരാം. അപ്പോൾ ആ എമൗണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ബൈ ബാങ്കില് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത്
20,425. ദെൻ അടുത്തതായിട്ട് വരുന്നത് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് വിറ്റ് 7,000 ഫിക്സഡ് അസറ്റിൽ നിന്ന് 42,000 ആണ്. അത് അങ്ങനെ തന്നെ എഴുതാം. സ്റ്റോക്ക് 7,000 ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് 42,000. സോ അതെല്ലാം നമ്മൾ എഴുതി. ദെൻ ടോട്ടൽ ഇവിടേക്ക് എഴുതാം. 69,425 അസറ്റ് വിറ്റിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ, ലയബിലിറ്റീസ് എല്ലാം പേ ചെയ്യാം. നമുക്കിവിടെ പേ ചെയ്യാൻ സൺഡ്രി ക്രെഡിറ്റർ മാത്രമേ ഉള്ളൂ. അത് മുഴുവനായിട്ടും പേ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ പേ ചെയ്തു എന്ന് പറയുമ്പോൾ പണം പോകുക അല്ലെ. പണം പോകുമ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാനുള്ളത് മൊത്തം കൊടുക്കാം. ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാനുള്ളത്? 48 ആണ് കൊടുക്കാനുള്ളത്. സോ ക്രെഡിറ്റേഴ്സിന് 48,000 രൂപ കൊടുത്തു. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസ് കൂടി വരുന്നുണ്ട്. അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 രൂപ വന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യാ, കൊടുക്കുക ടു ബാങ്ക്. ഓക്കെ, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1,500 എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാകാൻ റിയലൈസേഷൻ എക്സ്പെൻസ് ആണെന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ അതും എഴുതി. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ്സിൽ ഒന്നും എഴുതാനില്ല, നമ്മൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനി എന്ത് ചെയ്യാ, ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്യുമ്പോൾ 1,17,925 1,17,925. അതിൽ നിന്ന് ഈ ഡെബിറ്റ് സൈഡിലെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് 2,925 ആണ്. ഇത് ആർക്കുള്ളതാണ്? സുപ്രിയക്കും മോണികയ്ക്കും കൂടി 3:2 റേഷ്യോയിൽ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സുപ്രിയയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1,755 മോണിക്കയുടെ അക്കൗണ്ടിലേക്ക് 1,117 വരും. ടോട്ടൽ ഇവിടെയും വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ 2 പാർട്ട്ണർ അല്ലേ ഉള്ളൂ. അപ്പൊ 2 അമൗണ്ട് കോളം മതി. ഓക്കെ, അപ്പൊ ഇവിടെ 2 പാർട്ട്ണറാണ് ഉള്ളത്. അപ്പൊ നമ്മള് ഇവരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് വരയ്ക്കാം. സുപ്രിയ മോണിക്ക, സുപ്രിയ മോണിക്ക, ഇവിടെ പെർട്ടിക്കുലേഴ്സ്. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിക്കൊണ്ടാണ്. ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടുക. കണ്ടോ, 32,500 11,500 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അതിനെ നമ്മൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബ്രോ ഡൗൺ ചെയ്യാം. 32,500 11,500 അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി. പിന്നെ നമ്മൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൽ എവിടെയാണോ എവിടെയാണോ പാർട്ട്ണറെ പറ്റിയിട്ട് പറയുന്നത് അത് എഴുതാം. ഇവിടെ ആകെ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ്, റിയലൈസേഷന്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ പാർട്ട്ണറെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. ഇവിടെ ഒന്നും പാർട്ട്ണറുടെ പേരില്ല. അപ്പൊ അത് മാത്രം എഴുതിയാൽ മതി. റിയലൈസേഷൻ ടു സുപ്രിയ ടു മോണിക്ക എന്നല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ട് 1,755 1,170. പിന്നെ ഇനി ക്വസ്റ്റ്യനിൽ നോക്കിയ ജനറൽ റിസർവ് ഉണ്ട് 13,500. അതും ഈ 3:2 റേഷ്യോയിൽ അവർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ബൈ ജനറൽ റിസർവ് അവർക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണ്ടേ. അപ്പൊ അത് 3:2 റേഷ്യോയിൽ വീതിക്കുമ്പോൾ 8,100 5,400 വരും. വേറെ ഒന്നുമില്ല. ദെൻ ഇത് ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്യുമ്പോൾ 42,355 18,070 വരും. 42,355 18,070. അത് തന്നെയാണ് എന്ത് വരാ, ബാലൻസ് ക്യാരി ഡൗൺ വരാം. നോർമലി നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതാറ്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ റിയലൈസേഷന്റെ പ്രോബ്ലത്തിൽ ഇതിനെ നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. കാരണം ഇതിന് ബാലൻസ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ അടുത്ത കൊല്ലത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, ബിസിനസ്സോട് അടച്ചു പൂട്ടാണ്. ഇനി ലാസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു ബാലൻസ് ഷീറ്റ് നോക്കി അതിന്റെ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക. 40,500 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അപ്പൊ അത് ഇവിടേക്ക് എഴുതാം. ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,500 എഴുതി. ദെൻ ഇനി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് എവിടെയെങ്കിലും ബാങ്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ ടു ബാങ്ക് 48 ഉണ്ട്, ടു ബാങ്ക് 1,500 ഉണ്ട്. സോ അത് എഴുതാം. റിയലൈസേഷൻ ടു ബാങ്ക് 48 ടു ബാങ്ക് 1,500 അല്ലേ. അപ്പൊ ബൈ റിയലൈസേഷൻ എന്ന് എഴുതണം. ബൈ റിയലൈസേഷൻ 48,000. ദെൻ പിന്നെയും ബൈ റിയലൈസേഷൻ തന്നെ 1,500 കൂടി ഉണ്ടല്ലോ, 1,500 എഴുതി. പിന്നെ എവിടെയാ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഉണ്ടല്ലോ. അതാ ഇവിടെ കണ്ടോ, ബൈ ബാങ്ക് 69,425 അതും എഴുതാം. അപ്പൊ എന്താണ്, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ എന്നാണ് അല്ലെ. അപ്പൊ ടു റിയലൈസേഷൻ 69,425.
ഇനി നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എവിടെയെങ്കിലും ബാങ്ക് ഉണ്ടോ നോക്കാം. ബാങ്ക് ഉണ്ടല്ലോ, ദാ ടു ബാങ്ക് എന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. അപ്പൊ ബാങ്കിൽ എങ്ങനെ എഴുതും? ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ്? ബൈ സുപ്രിയാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് സുപ്രിയയുടെ 42,355 എഴുതാം. ബൈ മോണിക്കാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് മോണിക്കയുടെ 18,070 എഴുതാം. ഇനി നമ്മുടെ ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിത് ടാലി ആയിട്ട് കിട്ടും. 1,09,925 എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ടാലി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു 8 മാർക്കിന്റെ ഫുൾ പ്രോബ്ലം ചെയ്യുന്നത്. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്